നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഡിസംബറിൽ റിപ്പോ നിരക്ക് കുറയ്ക്കുമെന്ന് HSBC. രാജ്യത്തെ കാത്തിരിക്കുന്നത് വളർച്ചാ അനിശ്ചിതത്വങ്ങളെന്ന മുന്നറിയിപ്പ്. US ഫെഡറൽ റിസർവ് ഡിസംബറിൽ പലിശ നിരക്ക് കുറയ്ക്കില്ലെന്ന് സൂചന. നിരക്ക് കുറയ്ക്കൽ സംബന്ധിച്ച് അംഗങ്ങൾക്കിടയിൽ ഭിന്നത. ശക്തമായ വളർച്ചയും ഡിജിറ്റൽ മുന്നേറ്റവും കൊണ്ട് ഇന്ത്യ നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ്. വളർന്നു വരുന്ന വിപണികളുടെ നേതൃത്വം ഇന്ത്യക്കായിരിക്കുമെന്ന് റിപ്പോർട്ട്. ഇന്ത്യ US പ്രതിരോധ കരാർ പ്രാബല്യത്തിൽ. $93 മില്യൺ കരാറിന് US ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ അനുമതി നൽകി. ഇന്ത്യൻ കമ്പനികളെ ആകർഷിക്കാൻ മികച്ച ബിസിനസ് അവസരങ്ങൾ ഒരുക്കി അബുദാബി. ഇന്ത്യയും അബുദാബിയും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളെന്ന് റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 446 പോയിന്റ് ഉയർന്ന് 85,632-ലും നിഫ്റ്റി 139 പോയിന്റ് ഉയർന്ന് 26,192-ലും വ്യാപാരം അവസാനിപ്പിച്ചു. വിശദാംശങ്ങളുമായി മുഹമ്മദ് സഫാൻ ചേരുന്നുണ്ട്. സഫാൻ, എന്തൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിലെത്തിച്ചത്? മാർക്കറ്റിൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ നല്ലൊരു മുന്നേറ്റം, ഏകദേശം 2% മുന്നേറ്റമാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് മാർക്കറ്റിനെ ലീഡ് ചെയ്തതെന്ന് പറയാൻ സാധിക്കും. നിഫ്റ്റിയിൽ ഏകദേശം 0.54% മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ നിഫ്റ്റി ന്യൂ 50 വീക്ക് ഹൈ രേഖപ്പെടുത്തി 26,246 എന്ന ന്യൂ ഹൈ ടച്ച് ചെയ്യുന്ന നിഫ്റ്റിയാണ് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ടെക്നിക്കലി ബുള്ളിഷ് സ്റ്റേറ്റിലാണ് കറന്റ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ലാസ്റ്റ് 5 ഡേയ്സ് ആയിട്ട് നിഫ്റ്റിയിൽ കണ്ടിന്യൂസ് വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ബാങ്ക് നിഫ്റ്റിനെ നോക്കുകയാണെങ്കിൽ സമാനമായ ഒരു മുന്നേറ്റം തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും കാണാൻ സാധിക്കുന്നത്. ഏകദേശം 0.22% മുന്നേറ്റം. കൂടാതെ ബാങ്ക് നിഫ്റ്റി ഇന്ന് ന്യൂ ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തി. അതായത് 59,440 എന്ന മേഖലയാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. റീസെന്റ് 7th നവംബറിലാണ് ബാങ്ക് നിഫ്റ്റിയിലെ ഒരു പ്രോപ്പർ റീടെസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ഫോളോ അപ്പ് റാലിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റിയെ നിയർ ടേം സപ്പോർട്ടായി 58,480 എന്ന ലെവൽ ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. മറ്റൊരു കീ ഹൈലൈറ്റ് ഫൈനാൻഷ്യൽ സർവീസസും ന്യൂ ഹൈ, അതായത് ന്യൂ ഹൈ ആണ് രേഖപ്പെടുത്തിയത്. 25,903 എന്ന ലെവൽ ടച്ച് ചെയ്യുന്ന ഫൈനാൻഷ്യൽ സർവീസസിനെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മേഖലയും 7th നവംബറിലാണ് ഒരു പ്രോപ്പർ റീടെസ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്തത്. എക്സാക്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 26,922 എന്നത് ഒരു ഹൈ ഡിമാൻഡ് സോണായി ഈ ഒരു മേഖലയിൽ ആക്ട് ചെയ്ത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ഫോളോ അപ്പ് റാലിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. മറ്റൊരു കീ ഹൈലൈറ്റ് ഡിഫൻസ് ഇൻഡെക്സിന്റെ മുന്നേറ്റമാണ്. ഹയർ ലെവലിൽ റിജക്ഷൻ ഫോം ചെയ്തെങ്കിൽ പോലും 0.57% മുന്നേറ്റമാണ് ഈ ഒരു മേഖലയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. മുഹമ്മദ് സഫാനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദ വിവരങ്ങൾ നൽകിയത്. ഡിസംബറിൽ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുമെന്ന് HSBC റിപ്പോർട്ട്. 2026 രാജ്യത്തെ കാത്തിരിക്കുന്നത് വളർച്ചാ അനിശ്ചിതത്വങ്ങളെന്നും മുന്നറിയിപ്പ്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 3 പാദങ്ങളിൽ ഇന്ത്യ ശക്തമായ വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷ. സെപ്റ്റംബർ പാദത്തിൽ ഇത് 7.5% വരെയും ഡിസംബർ പാദത്തിൽ 7% റേഞ്ചിലും എത്താം. മെച്ചപ്പെട്ട മൺസൂൺ, നികുതി പരിഷ്കാരം, കുറഞ്ഞ പണപ്പെരുപ്പം, മൂലധന ചെലവിലെ വർധനവ് എന്നിവയാണ് ഈ വളർച്ചയ്ക്ക് കാരണമാവുക. എന്നാൽ മാർച്ച് പാദത്തിന്റെ വളർച്ചാ നിരക്ക് 6% വരെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. വാഹന മേഖലയിലെ ഇളവുകൾ പിൻവലിക്കുന്നത് ഉപഭോഗത്തെ ബാധിച്ചേക്കാം. നികുതി വരുമാനം കുറവായത് സർക്കാരിന്റെ വരുമാനത്തെയും ബാധിക്കും. ഒപ്പം കയറ്റുമതി മാന്ദ്യവും വെല്ലുവിളിയാവുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വളർച്ച ശക്തമാണ് എങ്കിലും പലിശ നിരക്ക് റിസർവ് ബാങ്ക് വെട്ടിക്കുറയ്ക്കുമെന്നാണ് HSBCയിലെ സാമ്പത്തിക വിദഗ്ധനായ പ്രജ്വൽ ഭണ്ഡാരി പറഞ്ഞത്. റിസർവ് ബാങ്കിന്റെ പ്രഥമ ലക്ഷ്യം പണപ്പെരുപ്പം നിയന്ത്രിക്കുക എന്നതാണ് ഇതിന്റെ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ പണപ്പെരുപ്പം 2% താഴെയാണ്. അതിനാൽ വളർച്ചയെ പിന്തുണയ്ക്കാൻ
ഡിസംബറിൽ ഒരു നിരക്ക് കുറവ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ 2026 തുടക്കത്തിൽ വളർച്ചാ അനിശ്ചിതത്വങ്ങൾ വർദ്ധിക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിലോ ഏപ്രിലോ മറ്റൊരു നിരക്ക് കുറവ് കൂടി പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡിസംബറിൽ പലിശ നിരക്ക് കുറയ്ക്കില്ലെന്ന സൂചനയുമായി US ഫെഡറൽ റിസർവ് മിനിറ്റ്സ്. നിരക്ക് കുറയ്ക്കലിൽ അംഗങ്ങൾക്കിടയിൽ ഭിന്നത, തൊഴിൽ ഡേറ്റ നിർണായകമാകുമെന്നും വിലയിരുത്തൽ. US ഫെഡറൽ റിസർവ് യോഗത്തിൽ ഭൂരിപക്ഷം വോട്ടർമാരും തുടർച്ചയായ രണ്ടാം തവണയും 0.25% പലിശ നിരക്ക് കുറയ്ക്കുന്നതിനെ അനുകൂലിച്ചു. എന്നാൽ ശക്തമായ വിയോജിപ്പുകളും യോഗത്തിലുണ്ടായി. പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ നോമിനിയായ ഗവർണർ സ്റ്റീഫൻ മൊറാൻ 0.5% കുറയ്ക്കാനാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ കാൻസാസ് സിറ്റി ഫെഡ് പ്രസിഡന്റ് നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഫെഡ് ചെയർ ജെറോം പവൽ ഡിസംബറിലെ നിരക്ക് കുറയ്ക്കൽ ഉറപ്പിക്കേണ്ടെന്ന പ്രസ്താവന നടത്തിയത്. സർക്കാർ അടച്ചുപൂട്ടൽ കാരണം ഒക്ടോബർ ജോബ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചില്ല. നവംബറിലെ ഡാറ്റയാകട്ടെ ഫെഡിന്റെ ഡിസംബർ യോഗത്തിന് ശേഷം മാത്രമേ പുറത്തുവരൂ. നിർണായകമായ ഡാറ്റാഭാവം ഡിസംബറിലെ കട്ടിനുള്ള സാധ്യത കുറയ്ക്കുന്നുവെന്നാണ് വിപണി വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഫെഡ് ഉദ്യോഗസ്ഥർ ഓഹരി വിപണിയിലെ ആസ്തി മൂല്യങ്ങൾ ഉയർന്നു നിൽക്കുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി. AI സാങ്കേതികവിദ്യയുടെ സാധ്യതകളെക്കുറിച്ച് പെട്ടെന്നുണ്ടാകുന്ന പുനർവിലയിരുത്തൽ ഓഹരി വിപണികളിൽ ക്രമരഹിതമായ ഇടിവിന് കാരണമായേക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ശക്തമായ വളർച്ചയും ഡിജിറ്റൽ മുന്നേറ്റവും കൊണ്ട് ഇന്ത്യ നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കുന്നുവെന്ന് ഗോൾഡ്മാൻ സാക്സ്. വളർന്നുവരുന്ന വിപണികളുടെ നേതൃത്വം ഇന്ത്യക്കായിരിക്കുമെന്നും റിപ്പോർട്ട്. ഗോൾഡ്മാൻ സാക്സ് പുറത്തുവിട്ട ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലുക്ക് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സ്ഥിരതയാർന്ന സാമ്പത്തിക അടിത്തറ, ജനസംഖ്യാപരമായ നേട്ടങ്ങൾ, അതിവേഗത്തിലുള്ള ഡിജിറ്റൽ പരിവർത്തനം എന്നിവയാണ് ഇന്ത്യക്ക് അനുകൂലമാകുന്നത്. പണപ്പെരുപ്പം കുറയുന്നതും US ഡോളർ ദുർബലമാകുന്നതും കോർപ്പറേറ്റ് വരുമാനത്തിലെ സ്ഥിരതയും വളർന്നുവരുന്ന വിപണികൾക്ക് നേട്ടമാകും. ഇന്ത്യയുടെ സ്ഥിരമായ GDP വളർച്ച ശക്തമായ കോർപ്പറേറ്റ് വരുമാനത്തിന് ഇന്ധനം നൽകുമെന്നും റിപ്പോർട്ട് അടിവരയിടുന്നു. ആഗോള വിപണിയിലെ അസ്ഥിരതയിലും ഇന്ത്യയുടെ ഈ പ്രതിരോധശേഷി എടുത്തു പറയേണ്ടതാണ്. ആഭ്യന്തര ഡിമാൻഡിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അടിസ്ഥാനപരമായി ശക്തമായ ഓഹരികളിലാണ് നിക്ഷേപം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇന്ത്യൻ സാമ്പത്തിക പരിവർത്തനത്തിന്റെ നിർണായക ഘടകം ഡിജിറ്റൽ പേയ്മെന്റുകളുടെ വൻ വളർച്ചയാണ്. 2021 ജൂൺ മുതൽ ഇന്ത്യയിലെ ഡിജിറ്റൽ ഇടപാടുകളുടെ എണ്ണം 3 മടങ്ങ് വർദ്ധിച്ചു. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് വഴിയുള്ള സാമ്പത്തിക ഉൾപ്പെടുത്തലിന്റെ വ്യാപ്തിയും സാങ്കേതിക വിദ്യയുടെ അതിവേഗത്തിലുള്ള സ്വീകാര്യതയുമാണ് ഇത് കാണിക്കുന്നത്. ആഗോളതലത്തിൽ AI സെമി കണ്ടക്ടർ ഇന്നൊവേഷനുകളുടെ മുൻനിരയിലും ഇന്ന് ഇന്ത്യയുണ്ടെന്ന് ഗോൾഡ്മാൻ സാക്സിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ US പ്രതിരോധ കരാർ പ്രാബല്യത്തിൽ. $93 ബില്യൺ കരാറിന് അനുമതി നൽകി US ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി. ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തേകുന്ന വൻ പ്രഖ്യാപനമാണ് അമേരിക്കൻ ഭരണകൂടത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. ജാവലൈൻ മിസൈലുകളും എക്സ്കാലിബർ പ്രൊജക്ടൈലുകളും അടക്കമുള്ളവയാണ് കരാറിന്റെ ഭാഗമായി ഇന്ത്യയിലേക്കെത്തുക. ഇൻഡോ പസഫിക് മേഖലയിലെ ഇന്ത്യയുടെ തന്ത്രപരമായ ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കരാർ സാധ്യമാവുന്നത്. $45.7 മില്യൺ ആദ്യ പാക്കേജിൽ വരുന്നത് ടാങ്ക് വേദ മിസൈലായ ജാവലിൻ FGM 148 മിസൈൽ, 25 ജാവലിൻ ലൈറ്റ് വെയ്റ്റ് കമാൻഡ് ലോഞ്ച് യൂണിറ്റുകൾ എന്നിവയാണ്. $47.1 മില്യൺ മൂല്യം വരുന്നതാണ് എക്സ്കാലിബർ പ്രൊജക്ടൈലുകളും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങളും. കരാർ ഇന്ത്യ-US തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നുവെന്നതാണ് ശ്രദ്ധേയം. താരിഫ് വിഷയവും വ്യവസായ കരാറുകളും പോസിറ്റീവായി തന്നെ മുന്നോട്ടു പോവും എന്നതിന്റെ സൂചനയായും ഇതിനെ വിപണി വിദഗ്ധർ കാണുന്നുണ്ട്. സുപ്രധാന പ്രതിരോധ പങ്കാളിയായി ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നത് ഇന്തോ പസഫിക് മേഖലയിൽ രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് കാരണമാകും. ഈ നയതന്ത്ര സ്ഥിരത വിദേശ നിക്ഷേപം രാജ്യത്തേക്ക് ആകർഷിക്കാൻ സഹായിക്കും. ഒപ്പം ഇതിന്റെ പ്രതിഫലനം ഓഹരി വിപണിയിലും ഉണ്ടാവുമെന്നാണ് വിലയിരുത്തലുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 55 രൂപയും പവന് 440 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 11,390 രൂപയും പവന് 91,120 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 240 രൂപ കുറഞ്ഞ് 9,370 രൂപയിലാണ് വ്യാപാരം നടന്നത്. അതേസമയം വെള്ളി വിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 163 രൂപയിലാണ് വ്യാപാരം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും.
ഡിസംബറിൽ റിപ്പോ നിരക്ക് കുറയ്ക്കുമെന്ന് HSBC. രാജ്യത്തെ കാത്തിരിക്കുന്നത് വളർച്ച അനിശ്ചിതത്വങ്ങളെന്ന് മുന്നറിയിപ്പ്. US ഫെഡറൽ റിസർവ് ഡിസംബറിൽ പലിശ നിരക്ക് കുറയ്ക്കില്ലെന്ന് സൂചന. നിരക്ക് കുറയ്ക്കൽ സംബന്ധിച്ച് അംഗങ്ങൾക്കിടയിൽ ഭിന്നത. ശക്തമായ വളർച്ചയും ഡിജിറ്റൽ മുന്നേറ്റവും കൊണ്ട് ഇന്ത്യ നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കുന്നുവെന്ന് ഗോൾഡ്മാൻ സാക്സ്. വളർന്നു വരുന്ന വിപണികളുടെ നേതൃത്വം ഇന്ത്യക്കായിരിക്കുമെന്നും റിപ്പോർട്ട്. ഇന്ത്യ US പ്രതിരോധ കരാർ പ്രാബല്യത്തിൽ. $93 ബില്യൺ കരാറിന് US ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ അനുമതി നൽകി. ഇന്ത്യൻ കമ്പനികളെ ആകർഷിക്കാൻ മികച്ച ബിസിനസ് അവസരങ്ങൾ ഒരുക്കിയ അബുദാബി. ഇന്ത്യയും അബുദാബിയും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളെന്ന് റിപ്പോർട്ട്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.